നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്നാണ് ഇഡി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണ് ഇതെന്നും ഇഡി വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്ര ജി കാവിത്കർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് വിശദീകരണം. 2012 മുതൽ 2019 വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചിട്ടുണ്ട്. 9ാം പ്രതി പി കിരൺ ഉൾപ്പെടെ ബാങ്ക് പരിധിക്ക് പുറത്ത് താമസിക്കുന്നവർക്കടക്കം 51 പേർക്ക് 24.56 കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു. പലിശയടക്കം 48 കോടി രൂപയെ ഇപ്പോഴിത് വർദ്ധിക്കുകയും ചെയ്തു. 2021 ജൂലൈ 21 ക്രൈംബ്രാഞ്ചും 2022 ഓഗസ്റ്റ് 10 ഇഡിയും അന്വേഷണം ആരംഭിച്ചു. 2022 ഓഗസ്റ്റ് 20 രേഖകൾ പിടിച്ചെടുത്തത്. ശരിയായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെടാനാകില്ല. അതായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ഇഡി. ഇപ്പോൾ എന്തിനാണ് അത്ര ഇടപെടൽ നടത്തി ഇത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ രേഖകൾ ആവശ്യപ്പെടുന്നത് എന്നുള്ള ആശങ്ക കൂടി ഇഡി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രേഖകൾ PMLA കോടതിയുടെ പരിഗണനയിലാണ്. കേസുകളുടെ തുടർ നടപടികൾക്ക് ഇവ ആവശ്യവുമാണ്. ഒരു അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മറ്റൊരു ഏജൻസിക്ക് നൽകാൻ കോടതിക്ക് ഉത്തരവിടാനാകില്ല. ഇഡി എല്ലാ സഹായവും ക്രൈംബ്രാഞ്ചിന് നൽകുന്നുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ജൂൺ 19 കോടതിയുടെ പരിഗണനയ്ക്കെത്തുക. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തതോടെയാണ് കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വരുന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു. 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. 219 കോടിയുടെ ക്രമക്കേടുണ്ടായെന്നാണ് കണ്ടെത്തിയത്. 2011 മുതൽ 12 മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത്. CPM മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ് പരാതി നൽകിയത്. പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല. സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ്, ED, CBI എന്നിവർക്കും പരാതി നൽകി. ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ചിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു. ഇതോടെ പ്രതിപ്പട്ടികയിൽ 18 പേരായി. സഹകരണ വകുപ്പിന്റെ 2ാം അന്വേഷണത്തിൽ 125.84 കോടിയുടേതാണ് ക്രമക്കേടെന്ന് കണ്ടെത്തി. 5 പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി. പിന്നാലെ സഹകരണ വകുപ്പ് 125.84 കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു. ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു. ഒടുവിലായി ബാങ്കിൽ 150 കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇഡി കണ്ടെത്തുകയും ചെയ്തു. AC മൊയ്തീനും PR അരവിന്ദാക്ഷനും MK കണ്ണനും ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ്ങിന് ഈ തട്ടിപ്പിൽ വലിയൊരു പങ്കുണ്ട്. ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗത്തിൽ ഒരു പങ്കിൽ MV ജയരാജനും LDF കൺവീനർ MV ജയരാജന്റെ പേരും ഈ തട്ടിപ്പിൽ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ജയരാജൻ ഈ തട്ടിപ്പ് നടന്നതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല MK തന്റെ പേരിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നടക്കട്ടെ, തനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ MV ജയരാജൻ പറഞ്ഞു ഒഴിയുകയും ചെയ്തു. MK കണ്ണനാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജരാകുന്നതിന് മുൻപ് പിണറായിയെ കണ്ടിരുന്നു. പിണറായിയെ കണ്ട എന്താണ് ബോധിപ്പിച്ചത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും വലിയ അറിവില്ലാത്ത കാര്യമാണ്. എന്തിനായിരിക്കണം MK കണ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകുന്നതിന് മുമ്പ് പിണറായിയെ കണ്ടത്? അതായത് MK കണ്ണനും പിണറായിക്കും നിശ്ചയമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കണമെങ്കിൽ ഒരു വിലപേശൽ, അതനുസരിച്ച് ഒരു വിലപേശൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ കേസ്
ഒരുപാട് നിരപരാധികളായ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീർ വീണ ഒരു കേസാണ്. ഈ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി റവന്യൂ റിക്കവറി നടത്തി അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം, അതായത് അവരുടെ പണം വീണ്ടെടുത്ത് നൽകേണ്ടതുണ്ട്. സുരേഷ് ഗോപിയും ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കരുവന്നൂരിൽ സഹകാരി സംരക്ഷണ പദയാത്ര ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ പദയാത്രയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കരുവന്നൂരിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ വാഗ്ദാനമാണ്. അത് അദ്ദേഹം നടപ്പാക്കുമെന്നും കരുതാം. എന്തായാലും ED നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇത്ര വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന് ഈ കേസുകളുടെ രേഖകൾ വിട്ടുകൊടുത്താൽ ആ കേസിന്റെ രേഖകൾ പിന്നീട് പൂഴ്ത്തിവയ്ക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ED ഈ കേസിലേക്ക് ക്രൈംബ്രാഞ്ചിനെ ഇപ്പോൾ അടുപ്പിക്കാതിരിക്കുന്നത്. നന്ദി.